സ്തോത്രം. നമ്മൾ ദൈവത്തെ സേവിക്കുന്ന പലതും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാ. ഒന്നും വിടാൻ നമ്മൾ തയ്യാറല്ല, ഒന്നും വിടാൻ നമ്മൾ തയ്യാറല്ല. ആമേൻ. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു. ഞങ്ങൾക്ക് എന്തോ കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിന്നെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ കിട്ടും. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമനിമിത്തം നീ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടോ, നിൻ്റെ വീടോ, നിൻ്റെ നാടോ, നിൻ്റെ കുടുംബമോ, നിൻ്റെ മാതാപിതാക്കളോ, എന്തൊക്കെ നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ, അതിനെല്ലാം 100 മടങ്ങ് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും. എവിടെ കിട്ടുമെന്നാ പറഞ്ഞേ? ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവനാമത്തിനു വേണ്ടി നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, അതിന് പ്രതിഫലം തരുന്ന ദൈവമാണ്. എന്തുമാത്രം തരുമെന്നറിയാമോ? ഈ ലോകത്തിൽ നിനക്ക് തരും. ആമേൻ. വരുവാനുള്ള ലോകത്തിൽ നിനക്ക് തരും. സ്തോത്രം. എത്ര മടങ്ങ് തരും? 100 മടങ്ങ് തരും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 100 മടങ്ങ് തരാമെന്ന് പറഞ്ഞ ഒറ്റ ഒരാളേ ഉള്ളൂ. അതെൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? പലതും നമ്മൾ സംശയിച്ച് നിൽക്കുക. കർത്താവെ, ഞാൻ വിട്ടാൽ എന്തോ കിട്ടും? വിട്ടാൽ എല്ലാം പോകുമല്ലോ, വിട്ടാൽ എല്ലാം തീരുമല്ലോ, വിട്ടാൽ എല്ലാം പരാജയമാകുമല്ലോ, വിട്ടാൽ ഞാൻ രചിച്ചു പോകുമല്ലോ, വിട്ടാൽ സമൂഹത്തിൽ എന്നെ ഒറ്റപ്പെടുത്തുമല്ലോ എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. നീ എവിടെ ലജ്ജിക്കപ്പെടുമെന്ന് വിചാരിച്ചോ, എവിടെ നീ തകരുമെന്ന് നീ വിചാരിച്ചോ, എവിടെ നീ ഇല്ലാതാകുമെന്ന് ലോകം പറഞ്ഞോ, അവിടെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അവിടെ ദൈവം നിന്നെ മാനിക്കും, അവിടെ ദൈവം നിന്നെ ഉയർത്തും, അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ കാനഡയിൽ പോകണ്ട, നീ UK പോകണ്ട, നീ അമേരിക്കയിൽ പോകണ്ട. തിരുവനന്തപുരത്ത് നിന്നെ മാനിക്കാൻ, പേരൂർക്കടയിൽ നിന്നെ മാനിക്കാൻ, കവടിയാർ നിന്നെ മാനിക്കാൻ, നാലാഞ്ചിറ നിന്നെ മാനിക്കാൻ, മണ്ണന്തല നിന്നെ മാനിക്കാൻ